അല്ലേ പാണക്കാട് തങ്ങൾ വിമർശനാതീതനാണ് എന്നൊക്കെയുള്ള നിങ്ങളുടെ പരിവേഷം കാണുമ്പോഴാണ് എൻ്റെ ചോദ്യം. പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പറ്റില്ല. ഇവിടെ ഗാന്ധിജിയെ വിമർശിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനെ വിമർശിക്കുന്നുണ്ട്, ശ്രീരാമചന്ദ്രനെ വിമർശിക്കുന്നുണ്ട്, മോദിയെ വിമർശിക്കുന്നുണ്ട്. ഇത് തങ്ങളെ മാത്രം വിമർശിക്കരുത്. ശങ്കരാചാര്യന്മാരെ വിമർശിക്കുന്നുണ്ട്, ശ്രീനാരായണ ഗുരുദേവനെ വിമർശിക്കുന്നുണ്ട്. പാണക്കാട് തങ്ങളെ മാത്രം വിമർശിക്കാൻ പാടില്ലെന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? അതൊന്നും ശരിയല്ല. ജനാധിപത്യത്തിൽ എല്ലാവരും വിമർശനത്തിന് വിധേയരാകേണ്ടവരാണ്. രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ, ആധ്യാത്മിക സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ, മതസംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ ഒക്കെ വിമർശനങ്ങൾ വരും. അപ്പോഴേക്കും കലിയുള്ളത് എന്തിനാണ്? പക്ഷേ കോൺഗ്രസിൽ ചേരുന്ന ഒരു സാധാരണ പ്രാദേശിക നേതാവിന് പോലും UDFിൻ്റെ പ്രവർത്തകനായിട്ട് തുടരണമെങ്കിൽ പാണക്കാട് തങ്ങളെ കണ്ട് ആശീർവാദം വാങ്ങണം എന്നുള്ള നില എങ്ങനെ ഉണ്ടായി? മതസാമുദായിക നേതാക്കളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് മതസാമുദായിക നേതാക്കളെ ഒന്നും പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? കേരളത്തിൽ പാണക്കാട് തങ്ങൾ മാത്രമാണോ ആധ്യാത്മിക ആചാര്യനായിട്ടുള്ളത്? ഇരട്ട വോട്ട് ചേർക്കാൻ ഇവിടെ സഹായം നൽകിയത് ജില്ലാ ഭരണകൂടമാണ്, തഹസിൽദാരാണ്, NGO യൂണിയൻകാരാണ്, BLOമാരാണ്. അതെല്ലാം CPMമാരാണ്. ഞങ്ങൾ പക്ഷേ ഇരട്ട വോട്ടിനെ മറികടക്കാൻ പുറത്തുള്ള വോട്ടർമാരുടെ മുഴുവൻ, ഇവിടെ ചേർത്തിട്ടുള്ള മുഴുവൻ വോട്ടർമാരെയും ഞങ്ങൾ റെഡ് മാർക്ക് ചെയ്ത് വോട്ടർ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളതിനെ ശരിയായ രീതിയിൽ ചലഞ്ച് ചെയ്യും. ഇവിടെ എല്ലാ സ്വപ്നങ്ങളും തകരുന്ന തെരഞ്ഞെടുപ്പാണ്. PFIയെ കൂടെ നടത്തുന്നവരുടെ തകർന്ന് തെരിപ്പണാവില്ലേ? പിന്നെ